പോരാട്ടം അത് കാണാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഈ കോടിക്കണക്കിന് ജനങ്ങളെല്ലാം അക്ഷമയായി ഇനി കാത്തിരിക്കുന്നത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം രജേഷ് രവീന്ദ്രൻ നമുക്കൊപ്പം ചേർന്നു. രജേഷ് രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞതുപോലെ ഈ റെക്കോർഡുകളെല്ലാം ഇപ്പോൾ രജേഷ് രവീന്ദ്രൻ ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നീലക്കടലായി നരേന്ദ്രമോദി സ്റ്റേഡിയം മാറുന്ന കാഴ്ചയാണ്. ഈ പറഞ്ഞ റെക്കോർഡുകളെല്ലാം മറികടക്കുന്ന ആവേശമാണോ അവിടെ? സഞ്ജു ആരാധകരൊക്കെ എന്തു പറയുന്നു? രജേഷ് രവീന്ദ്രൻ. സേതുലക്ഷ്മി, ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു നീലക്കടലായിരിക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് പിന്നിൽ ഇപ്പോൾ കാണുന്നത്. കാരണം 3:30 ഈ മൈതാനത്തേക്ക് ആളുകളെ കയറ്റിവിട്ടത് മുതൽ ഈ ഭാഗങ്ങളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കാണാം, മിക്കവാറും എല്ലാവരും തന്നെ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ 1 ലക്ഷത്തിലധികം വരുന്ന കാണികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ നീല നിറത്തിലുള്ള ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ആ ഒരു നീലക്കടൽ നമുക്ക് ഇന്ന് ഗാലറിയിൽ കാണാം. വലിയ ആവേശം എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അത് കുഞ്ഞുങ്ങളുമായി വരുന്ന ആളുകൾ, അതോടൊപ്പം കുടുംബമായി വരുന്ന ആളുകൾ, വലിയ തരത്തിലുള്ള ആവേശം നമുക്ക് കാണാം. സഞ്ജു സാംസണിന്റെ ആരാധകരെയും നിരവധി ആളുകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടു. ഇന്ന് രാവിലെയും അതുപോലെ ഒരുപാട് മലയാളി ആരാധകരുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ നമ്മുടെ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട്, ഇന്ത്യയുടെ പതാക മുഖത്ത് വരച്ചുകൊണ്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്. ആ തരത്തിൽ കുറെ ആളുകൾ ശ്രീകൃഷ്ണന്റെ കോലവുമായി വരുന്ന ആളുകളുണ്ട്. വലിയ വിശ്വാസം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരുപാട് സ്വാമിമാരെ ഇതിനിടയിൽ കണ്ടു. ചില ആളുകൾ അവരുടെ ആവേശം വലിയ ടീമായി വരുന്ന ആളുകളുണ്ട്, വലിയ സംഘങ്ങളുടെ ഭാഗമായി വരുന്ന ആളുകളുണ്ട്, IPL ടീമുകളുടെ ഭാഗമായി വരുന്ന ആരാധകരുണ്ട്. അങ്ങനെ നമുക്കറിയാം, IPL ടീമുകൾ പല സംസ്ഥാനങ്ങളിൽ പല ടീമുകളായി നിൽക്കുന്ന കാഴ്ചയൊക്കെയാണ്. എങ്കിൽ കൂടി ഇന്ത്യയുടെ മത്സരം വരുമ്പോൾ അതൊക്കെ ഒന്നായി കാണുന്ന, ഇന്ത്യ ആകെ തന്നെ ഒന്നായി മാറുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുകയാണ്. ഒരുപാട് ആളുകൾ, നമുക്ക് അറിയാം 1,32,000 ആളുകളെയാണ് ഈ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. അതിലേറെ ആളുകളാണ് ഈ സ്റ്റേഡിയത്തിന് പുറത്ത് പോലും ഈ ആവേശ കാഴ്ചകളുമായി എത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബിഗ് സ്ക്രീനിൽ ആ ആവേശം കൊണ്ട് നിറയ്ക്കുന്നത്. എന്തായാലും ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ കാഴ്ചകളിലെല്ലാം കാണാം. വലിയ ആവേശം ഈ മണിക്കൂറിൽ തന്നെ. എന്തായാലും അല്പസമയം മുൻപ് 3:30 ഈ ഗേറ്റ് തുറന്ന് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. വലിയ ആവേശം നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. അതേപോലെ തന്നെ ഇപ്പം ഈ ആരാധകരുടെ ആവേശമൊക്കെ കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ, ആവേശം ഇരട്ടിയാക്കാൻ വേണ്ടി അവിടെ സംഗീത നിശ അടക്കം പരിപാടികളും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം പരിപാടിയൊക്കെ തുടങ്ങിയോ? അതാണ് ഫൈനൽ. ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിലപ്പുറം അതൊരു ആഘോഷം ആക്കുക തന്നെയാണ്. ഇപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ഫൈനൽ മത്സരത്തിന്റെ ഭാഗമായി ചില വർണ്ണാഭമായ കാഴ്ചകൾ. ഇന്ന് നമുക്ക് അത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടുന്ന തരത്തിൽ ആ പരിപാടി മാറാൻ പോവുകയാണ്. കാരണം റിക്കി മാർട്ടിന്റെ പരിപാടി അല്പസമയത്തിനകം തന്നെ തുടങ്ങും. റിക്കി മാർട്ടിൻ, അതോടൊപ്പം ഫാൽഗുനി പഥക്, സുഖ്ബീർ സിംഗ്, ഇങ്ങനെ സംഗീത ലോകത്തെ വലിയ സാന്നിധ്യങ്ങൾ 3 താരങ്ങളെ അണിനിരത്തിക്കൊണ്ട്, അതോടൊപ്പം ബോളിവുഡ് താരങ്ങൾ അണിനിരക്കുന്ന വലിയ സംഗീത നൃത്ത നിശയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും റിക്കി മാർട്ടിനൊക്കെ വലിയ ആവേശത്തോടെയാണ് ഇന്ത്യയിലെ ഈ ഫൈനൽ കാണുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, ഗ്രാമി അവാർഡ് വിന്നറാണ്. അതോടൊപ്പം ഏറ്റവും കപ്പ് ഓഫ് ലൈഫ് പോലെയുള്ള വളരെ പ്രസിദ്ധമായ ഒരുപാട് ആളുകൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റുപാടിയ ഗാനത്തിന്റെ സൃഷ്ടാവാണ്. ആ തരത്തിൽ വലിയ ആവേശത്തോടെയാണ് ഈ സംഗീത പ്രേമികൾ കൂടി ഈ മത്സരത്തെ കാണുന്നത്. അവരും ആവേശത്തോടെ റിക്കി മാർട്ടിന്റെ പരിപാടി കാണാനായി എത്തുന്നു. അതോടൊപ്പം ഗുജറാത്തി സംഗീതത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ആൽബം സംഗീതത്തിലൂടെയൊക്കെ, ഹിന്ദി ആൽബം സംഗീതത്തിലൂടെ എല്ലാവർക്കും തന്നെ സുപരിചിതയാണ് ഫാൽഗുനി പഥക്കിന്റെ പരിപാടി കാണാൻ വേണ്ടി. ആ അർത്ഥത്തിൽ കൂടി അവരുടെ ആരാധകർ കൂടി നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ച് എത്തുന്നുണ്ട്. സുഖ്ബീർ സിംഗ് ബാംഗ്ര സംഗീതത്തിന്റെ വലിയ മുഖമാണ്. ആ അർത്ഥത്തിൽ വലിയ സംഗീത നൃത്ത നിശ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അതാണ് ആദ്യം തുടങ്ങുന്ന 5:30 ആ പരിപാടി. അതിനുശേഷം 1 മണിക്കൂർ നേരമാണ് ഈ സംഗീത നൃത്ത നിശ നടക്കുക. 6:30 കൃത്യം 6:30 ടോസ് ഉണ്ടാകും. ടോസും ഈ മത്സരത്തിൽ വളരെ നിർണായകമാണ്. കാരണം ഒരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു ടോസ് ആർക്കായിരിക്കും എന്നത് കൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ ബാറ്റിംഗ് പിച്ചാണ് എന്ന തരത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, അത് ചേസിംഗ് ആയാൽ പോലും ഒരുപക്ഷെ ഇന്ത്യൻ ടീം ഏത് തരത്തിലുള്ള സാഹചര്യവും നേരിടാൻ കപ്പാസിറ്റി ഉള്ള തരത്തിലാണ് ഇന്ത്യൻ ടീം ഉള്ളത്. അതുകൊണ്ട് സൂര്യകുമാർ യാദവ് ഒരുപക്ഷെ ടോസിൽ വലിയ പ്രശ്നം ആയി ഒരിക്കലും കാണാറില്ല. കാരണം അദ്ദേഹത്തിന് ടോസ് നഷ്ടപ്പെടുമ്പോൾ പോലും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ടോസ് നടന്നതിന് ശേഷം കൃത്യം 7 മണിക്ക് മത്സരം തുടങ്ങും. ആ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും എണ്ണി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് കണക്കുകൾ നമുക്ക് ന്യൂസിലൻഡിനോട് തീർക്കാനുണ്ട്. അതോടൊപ്പം ഒരുപാട് നമുക്കുണ്ടായ കണ്ണീർ എല്ലാം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം എന്നത് കൂടിയാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമുക്ക് ലോകകപ്പിന്റെ ഫൈനലിൽ പോലും തോൽവി നേരിട്ട ഒരു ചരിത്രം അതിന് മുന്നിലുണ്ട്. അതൊക്കെ മാറ്റി തീർക്കണം. ഒരു കിരീടം നേടണം. കിരീടം നമുക്ക് നിലനിർത്തണം. 3ാം കിരീടം നേടണം. ഒരുപാട് റെക്കോർഡുകൾ മുന്നിലുണ്ട്. എന്തായാലും അതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.
വാർത്തകാർ സേതു. ഓക്കെ രുചീശ്വര രവീന്ദ്രൻ, അപ്പൊ പറഞ്ഞ പോലെ രുചീശ്വര രവീന്ദ്രൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സംഗീത പരിപാടിയൊക്കെ തുടങ്ങാൻ 22 അതായത് 5:22 അപ്പൊ ഇനി അല്പസമയം കൂടി ഉള്ളൂ. 10 മിനിറ്റ് പോലും തികച്ചില്ല പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട്.